ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കഴിഞ്ഞ മാസം ചുമതലയേൽക്കേണ്ടിയിരുന്ന എ അക്ബർ ഗതാഗത കമ്മീഷണർ ചുമതല ഏറ്റെടുത്തില്ല. ഗതാഗത മന്ത്രിയോടുള്ള അതൃപ്തിയാണ് ഇതിന് കാരണമെന്ന് സൂചന. KSRTC CMDക്ക് ഗതാഗത കമ്മീഷണറുടെ അധിക ചുമതല നൽകാൻ നീക്കം. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽ ഷാ, എന്താണ് ഇതിന് കാരണമെന്ന് വ്യക്തമാകുന്നുണ്ടോ? CMDക്ക് ഗതാഗത കമ്മീഷണറുടെ അധിക ചുമതല നൽകിക്കൊണ്ട് ഈ പ്രശ്നം താൽക്കാലിക പരിഹാരത്തിന് മാത്രമല്ലേ ഇടയാക്കുകയുള്ളൂ? പ്രവിത, കഴിഞ്ഞ മാസം 23-നായിരുന്നു ഈ എ അക്ബർ ഗതാഗത കമ്മീഷണറായി ചുമതലയേൽക്കേണ്ടിയിരുന്നത്. ഈ എസ് ശ്രീജിത്ത് മാറിയ ആ ഒരു ഇതിലേക്കാണ് എ അക്ബർ ചുമതല ഏറ്റെടുക്കേണ്ടിയിരുന്നത്. ഓഗസ്റ്റ് 23-ന് ഈ ചുമതല ഏറ്റെടുക്കേണ്ട കാലാവധിയും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഗതാഗത മന്ത്രിയോട് എ അക്ബറിന് ചില അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിലൊക്കെ ചില അതൃപ്തി ഉണ്ടെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ ഗതാഗത വകുപ്പിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലായിട്ടുണ്ടെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫയലുകൾ നോക്കുന്ന ചുമതലകളൊക്കെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇനിയിപ്പോൾ ശബരിമല കാലഘട്ടം കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഇതിലുണ്ടാകും. അതുകൂടി മറികടക്കാനാണ് ഇപ്പോൾ നിലവിൽ KSRTC CMDക്ക് ഗതാഗത കമ്മീഷണറുടെ അധിക ചുമതല നൽകാനുള്ളൊരു നീക്കം ബന്ധപ്പെട്ട വകുപ്പിൽ നടക്കുന്നത്. പക്ഷേ KSRTC CMDക്ക് അധിക ചുമതല നൽകുമ്പോഴും എത്തരത്തിൽ, അതായത് KSRTCയുടെയും അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെയും CMD ആയിരിക്കുമ്പോൾ എങ്ങനെ ഗതാഗത കമ്മീഷണറുടെ സ്ഥാനവും കൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ആശങ്കയും ഇതിനൊപ്പമുണ്ട്. എന്തായാലും പ്രമോദ് ശങ്കറിനെ, നിലവിൽ KSRTC CMD ആയിട്ടുള്ള പ്രമോദ് ശങ്കറിനെ ഗതാഗത കമ്മീഷണറാക്കാനുള്ള നീക്കമാണ് നിലവിൽ ഗതാഗത വകുപ്പിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നുള്ള സൂചനയും വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പ്രവിത. ശരി, അഖിൽ ഷാ അൻസാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.